ആനായ കാന്തപുരം ഉസ്താദിന്റെ നാട് കാന്തപുരമാണ്. അവിടെ 5 യോഗങ്ങൾ നടന്നു, 5നും മറുപടി പറഞ്ഞു. 6ാമത്തെ യോഗത്തിൽ വരുന്നത് ഒരു MP ആണ്, ഡബിൾ പേരുള്ള MP. അദ്ദേഹം പറഞ്ഞു, മലപ്പുറം ജില്ലക്കാരൻ ഡബിൾ പേരുള്ള MP ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു എനിക്ക് കാന്തപുരം അങ്ങാടിയിൽ സ്റ്റേജ് വേണ്ട, കാന്തപുരത്തിന്റെ വീടിന്റെ മുമ്പിൽ ചെറിയ ഒരു സ്ഥലമുണ്ട്, ഒരു വയല്, എനിക്ക് അവിടെ സ്റ്റേജ് കെട്ടണമെന്ന്. അങ്ങനെ അദ്ദേഹം വന്നു. ഭയങ്കര ആർപ്പുളിയും ബഹളവും കയ്യടിയും വിസിലും ഒക്കെ ആയിട്ട് ഇയാൾ ആനയിച്ചു. ഇയാൾ സ്റ്റേജിൽ കയറിയിട്ട് എന്താ പറഞ്ഞത്? മൈക്ക് കൂട്ടിയിട്ട്, എനിക്ക് ഈ നിൽക്കുന്ന പുരുഷാരത്തോടൊന്നും പറയാനില്ല, എനിക്ക് പറയാനുള്ളത് കാന്തപുരത്തിന്റെ ഓളോടാ, കാന്തപുരത്തിന്റെ ഭാര്യയോട്. പറഞ്ഞ തെറികൾക്ക് നമുക്ക് പറയാൻ നമ്മുടെ നാവുകൾക്ക് വിഷമമുണ്ട്, അത് പറയാൻ പറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞുപോയ കഥകൾ. എന്തിനാണ് ഇപ്പോൾ ഇത് ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, സുന്നത്ത് ജമാഅത്തിനെ തടസ്സപ്പെടുത്താൻ വരുമ്പോ തന്റെ ഇടത്തോടുകൂടെ നിൽക്കുക, ഇതെല്ലാം കഴിഞ്ഞ കാലത്തുള്ളതാണ്. അവസാനം അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തി, എന്റെ ഈ പ്രസംഗത്തിന് മറുപടി പറയാൻ കഴിവുള്ള ഏതെങ്കിലും ഒരാൾ കാന്തപുരം ഗ്രൂപ്പിലുണ്ടെങ്കിൽ എന്റെ നാട്ടിൽ വരണമെന്നല്ല, എന്റെ വീടിന്റെ മുമ്പിൽ വരണം. ഒന്ന് പറഞ്ഞേക്കാം, വരുന്നവന്റെ 2 കാലിൽ 1 വെട്ടിയിരിക്കും. വ്യക്തമായി പറഞ്ഞു. അതിന്റെ വള്ളിക്കാസറ്റ് ഉണ്ടല്ലോ, അതെന്തും നമ്മുടെ കൈകളിലുണ്ട്. അത് CD ഒന്നും ഇല്ലാത്ത കാലം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ കോട്ടയം കുഞ്ഞച്ചൻ വരാൻ സാധ്യതയുണ്ട്. അക്കാലത്ത് ഇറങ്ങിയ ഒരു ഫിലിമാണത്. അയാൾ എന്നെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്, കോട്ടയം കുഞ്ഞച്ചൻ.